AK സ്റ്റെഫിൻ വിവരങ്ങളുമായി ചേരുകയാണ്. സ്റ്റെഫിൻ, സമവായ ശ്രമത്തിന് മുഖ്യമന്ത്രി നേതൃത്വം നൽകും. തീർച്ചയായിട്ടും ഇനി അതുമാത്രമാണ് CPM-ന് മുന്നിലുള്ള ഒരു വഴി. അതായത് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഈ കാര്യങ്ങൾ CPI-യുടെ നേതാക്കളോട്, പ്രത്യേകിച്ചും CPI-യുടെ സംസ്ഥാന സെക്രട്ടറിയോട് കൂടിയാലോചനയിൽ അറിയിക്കും. അതിനുശേഷം എന്ത് നിലപാട് CPI എടുക്കുമെന്നുള്ളതാണ് നിർണായകമാവുക. കാരണം ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇടഞ്ഞു നിൽക്കുന്ന CPI വളരെയധികം വലിയ സമ്മർദ്ദമാണ് CPM-ന് മേൽ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം ചർച്ചയിലൂടെ, സമവായത്തിലൂടെ പരിഹരിച്ചാൽ മാത്രമേ LDF എന്ന രീതിയിൽ മുന്നോട്ട് നല്ല രീതിയിൽ പോകാൻ കഴിയുകയുള്ളൂ. ഒപ്പം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഏതാണ്ട് ഒരു മാസത്തിനകം വരാനിരിക്കുന്നു. അതോടൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. മുന്നണിക്ക് യാതൊരു തരത്തിലും കോട്ടം തട്ടാതെ ഈ പ്രശ്നം പരിഹരിക്കുക എന്നൊരു സ്ഥിതിയുണ്ട്. ഒപ്പം തന്നെ ഏതെങ്കിലും തരത്തിൽ വലിയ പ്രതിഷേധം CPI-യുടെ ഭാഗത്തുനിന്ന് ഉയർത്തിക്കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ അത് ചർച്ചയാകും, വലിയ പ്രതിസന്ധിയാകും. അതെല്ലാം തന്നെ CPM കണക്കുകൂട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു സമവായ ശ്രമത്തിന് വേണ്ടി ആദ്യം മുതൽ തന്നെ CPM ശ്രമിക്കുന്നത്. അതിനുവേണ്ടിയാണ് V. ശിവൻകുട്ടി തന്നെ നേരിട്ട് MN സ്മാരകത്തിൽ പോയി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തെ കണ്ട് കാര്യങ്ങൾ ധരിപ്പിച്ചത്. ഇന്ന് ഏതായാലും ആലപ്പുഴയിലേക്ക് മുഖ്യമന്ത്രി തിരിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം ആലപ്പുഴയിലെത്തും. അതിനുശേഷം ഇന്ന് വൈകുന്നേരം ഉച്ച മുതൽ തന്നെ അദ്ദേഹത്തിന് വിവിധ പരിപാടികളുണ്ട്. ആ പരിപാടികളിൽ പങ്കെടുക്കുന്നതിൻ്റെ ഇടവേളയിലോ അല്ലെങ്കിൽ ഇന്ന് എപ്പോഴെങ്കിലും ബിനോയ് വിശ്വത്തിനും കൂടെ സമയം കിട്ടുന്നതനുസരിച്ച് രണ്ടുപേരും തമ്മിലുള്ളൊരു കൂടിക്കാഴ്ചയ്ക്കുള്ള സാധ്യതയാണ് ഏതായാലും ആലപ്പുഴയിൽ ഉണ്ടാകുന്നത്. കാരണം പലതരത്തിലുള്ള പ്രശ്നങ്ങൾ CPI നേരിടുന്നുണ്ട്. അത് രാഷ്ട്രീയപരമായിട്ടുള്ള പ്രശ്നങ്ങൾ മാത്രമല്ല, അത് ആശയപരവുമായും പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് നേരിടുന്നത്. കാരണം സംസ്ഥാന സമ്മേളനത്തിൽ ഉൾപ്പെടെ അവതരിപ്പിച്ച രാഷ്ട്രീയ റിപ്പോർട്ടിൽ തന്നെ ഈ PM ശ്രീയുടെ അപകടം, ഇതുമായി ബന്ധപ്പെട്ട വിവാദം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നൊരു സൂചന അന്ന് തന്നെ അവർ നൽകിയതാണ്. PM ശ്രീക്കെതിരായിട്ടുള്ള ദേശീയ വിദ്യാഭ്യാസ നയത്തിനെതിരായിട്ടുള്ള വലിയ വിമർശനങ്ങൾ പോലും അന്നത്തെ ആ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത് അംഗീകരിച്ചുകൊണ്ടാണ് സംസ്ഥാന സമ്മേളനം പൂർത്തിയാക്കിയത്. ഏതെങ്കിലും തരത്തിൽ ഈ CPM-ന്റെ നിലപാടിനോട് വഴങ്ങുന്ന ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ സംസ്ഥാന സമ്മേളനത്തെ തന്നെ തള്ളിപ്പറയുന്ന, രാഷ്ട്രീയ വിശകലന റിപ്പോർട്ടിന് തള്ളിപ്പറയുന്ന ഒരു സ്ഥിതിയിലേക്ക് CPI എത്തും. ഏതായാലും അതിനൊന്നും CPI ഒരുക്കമല്ല. അതുകൊണ്ട് തന്നെ CPM-ന് മുന്നിലുള്ളത് ഒരു സമവായത്തിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നത് മാത്രമാണ്. ഒരു സർക്കാർ തലത്തിൽ ഇനി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും, ഈ പദ്ധതി നടപ്പാക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പദ്ധതിയുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ CPI ആവശ്യപ്പെടുന്ന, CPI ഉയർത്തുന്ന ആശങ്കകൾക്ക് ഒരു അടിസ്ഥാനവുമില്ലാതെ, അല്ലെങ്കിൽ CPI ഉന്നയിക്കുന്ന ആശങ്കകൾ ഒരു തരത്തിലും വരാത്ത രീതിയിൽ ഒരു വഴി തേടൽ കൂടിയാണ് CPM-നെ സംബന്ധിച്ചിടത്തോളം. ഇത് ഈ CPI പറയുന്നത് ശരിയാണ്. പക്ഷെ കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി വാർത്താ സമ്മേളനം നടത്തുമ്പോൾ ചോദിച്ചത് എന്താണ് പ്രശ്നം, NEP-ക്ക് എന്താണ് പ്രശ്നം എന്നുള്ളതാണ് ചോദിച്ചത്. അപ്പോ ഇടത് നിലപാട് ഇതാണ്, പക്ഷേ സാമ്പത്തിക പ്രശ്നമുണ്ട്, അതുകൊണ്ട് ഇത് പരിഗണിക്കാം എന്നുള്ളത് പോലുമല്ല. ഈ കാര്യത്തിൽ CPM പലപ്പോൾ ആയി പറഞ്ഞിട്ടുള്ള പല നിലപാടുകളെ CPI വലിയ തോതിൽ വിമർശിക്കുന്നുണ്ട്. അപ്പോൾ NEP-ക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണോ, അതോ NEP-ക്ക് പ്രശ്നമുണ്ട് പക്ഷെ അതിനെ കേരളത്തിന്റെ പരുവത്തിൽ മാറ്റിയെടുക്കാനുള്ള ശ്രമമുണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ടാണോ, അതോ നമ്മുടെ സാമ്പത്തിക പ്രശ്നമുള്ളത് കൊണ്ട് ഇത് എങ്ങനെയാണെങ്കിലും സ്വീകരിച്ചേ മതിയാവൂ എന്ന് പറഞ്ഞുകൊണ്ടാണോ, അതോ ഇനി വേണമെങ്കിൽ നാളെ NEP-യിൽ നിന്ന് പിന്മാറാൻ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ടാണോ, PM ശ്രീയിൽ നിന്ന് പിന്മാറാൻ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ടാണോ, ഏത് നില സ്വീകരിച്ചാണ് ഈ സമവായം എന്നതും പ്രധാനമാണല്ലോ. ഇനി ഇതൊന്നുമല്ല, CPI-യെ അപ്രസക്തമായി കണ്ടു, അവരെ ഇരുട്ടിൽ നിർത്തി, ഇനി അങ്ങനെ ഉണ്ടാകില്ല എന്ന ഉറപ്പ് നൽകിക്കൊണ്ടാണോ എന്നുള്ളതും ചോദ്യമാണല്ലോ. തീർച്ചയായിട്ടും. ഏതായാലും ധാരണാപത്രത്തിൽ ഒപ്പിട്ടതിനാൽ ഇനി അത് പിൻവലിക്കുക നിയമപരമായി വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ അതിന് യാതൊരു തരത്തിലുള്ള സാധ്യതകളും ഇല്ല. പക്ഷേ ഈ NEP-യുമായും PM ശ്രീയുമായും ബന്ധപ്പെട്ട് കേരളത്തിന് മറ്റൊരു ബദൽ നൽകാനുണ്ട് എന്നൊരു വാദം തന്നെയായിരിക്കും CPM-ന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുക. അതിന് സർക്കാർ തലത്തിലുള്ള ഇടപെടലുകൾ, പ്രത്യേക ഒരു കമ്മീഷനെ നിയോഗിക്കുക, അല്ലെങ്കിൽ പാഠ്യപദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകാതെ നോക്കുക, അതിലുള്ള കേന്ദ്ര സർക്കാരിൻ്റെ കടന്നുകയറ്റം ഒഴിവാക്കുക, അങ്ങനെയൊക്കെ ഒരുപാട് സാധ്യതകളായിരിക്കാം മുന്നിൽ കാണുന്നത്. അതൊക്കെ ആയിരിക്കും വിശദീകരിക്കാനുള്ള സാധ്യതയും. ഏതായാലും ദേശീയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട് CPM-ന്റെ ഒരു നിലപാട് മാറ്റം, നയമാറ്റം പ്രകടമാണ്. കാരണം കഴിഞ്ഞ 2022 പാർട്ടി കോൺഗ്രസിൽ ദേശീയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങൾ CPM-ന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അവരുടെ രാഷ്ട്രീയ വിശകലന പ്രമേയത്തിലടക്കം ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയതാണ്. അതിന് പിന്നാലെയാണ് CPM ഇങ്ങനെ ഒരു നയമാറ്റത്തിലേക്ക് എത്തിയിരുന്നത്. അതവർ തുറന്ന് സമ്മതിക്കുന്നുമുണ്ട്. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തന്നെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറയുന്നുണ്ട്, നേരത്തെ ഇതായിരുന്നു നയം, ഇപ്പോൾ അത് മാറിയതാണ്
എന്നുള്ള കാര്യം പറയുന്നുണ്ട്. CPI അങ്ങനെ ഒരു നയമാറ്റത്തിന് ഒരുക്കമാണോ എന്നുള്ളത് നേരത്തെ തന്നെ ചോദിച്ചപ്പോൾ അവർ ഒരുക്കമല്ല, യാതൊരു തരത്തിലും അവരുടെ നിലപാടിൽ നിന്ന് പിന്നോട്ടില്ല എന്നൊരു കാര്യം തന്നെയാണ് അറിയിക്കുന്നത്. ഏതായാലും ഇനി വിശദമായ ചർച്ചകൾ, വിശദമായ ഒരു സമവായ ശ്രമം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. അതിൽ കൂടി പോസിറ്റീവായിട്ടുള്ള ഒരു സമീപനം CPIയുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ലെങ്കിൽ സമീപകാലത്തൊന്നും തന്നെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് ഇടതുമുന്നണി മാറും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുണ്ടാകാതെ നോക്കുക എന്നത് CPM-നും CPI-ക്കും കൂട്ടുത്തരവാദിത്വമുള്ള കാര്യമാണ്. പക്ഷേ അവിടെയും മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്വമില്ലാത്ത പ്രവർത്തനത്തെ CPI ചോദ്യം ചെയ്യുമ്പോൾ ഏത് രീതിയിൽ CPM-ന് മറുപടി നൽകാൻ കഴിയുമെന്നുള്ളതാണ് നമുക്ക് ഏറെ ഉറ്റുനോക്കുന്ന കാര്യം. ഏതായാലും CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഇന്ന് ഒരുപക്ഷെ വാർത്താ സമ്മേളനമോ അല്ലെങ്കിൽ വാർത്താക്കുറിപ്പോ ഈ വിഷയത്തിൽ ഇറക്കുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. വാർത്താ സമ്മേളനം ഉണ്ടെങ്കിൽ ഈ കാര്യങ്ങൾക്കെല്ലാം CPM-ന്റെ ഒരു വിശദീകരണം ലഭ്യമാകും. ഏതായാലും മുൻപ് നടന്ന വിഷയങ്ങൾ പോലെ ഹിമരാജ് കുമാറിനെ ലോ ആൻഡ് ഓർഡറിൽ നിന്നും മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് CPI എടുത്ത സ്റ്റാൻഡ് നമുക്കറിയാം. ശരി. എന്തായാലും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അനുനയ ശ്രമം ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആലപ്പുഴയിൽ ഇന്ന് ഉച്ചയ്ക്ക് CPM-CPI ചർച്ച മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ നടക്കും. അതിനുശേഷമായിരിക്കും തീരുമാന പ്രഖ്യാപനം എന്നതുകൂടി മനസ്സിലാക്കാം.